ഈ സൊസൈറ്റിയിൽ പാൽ ഒഴിക്കുന്ന വ്യക്തിയല്ല. എന്റെ പാൽ മാത്രം ഇവിടുത്തെ കുഴപ്പമെന്ന് പറയുന്നത്. ഈ ഇവിടെ ഇരിക്കുന്ന ഈ CPM പ്രവർത്തനമായിട്ടുള്ള മഹേന്ദ്രൻ പിള്ള എന്ന വ്യക്തിയും താര എന്ന് പറയുന്ന സ്ത്രീയും ഈ മിനി എന്ന് പറയുന്ന സ്ത്രീയും എന്റെ പാൽ കൊണ്ടുവരുമ്പോൾ ആ പാൽ എന്നും പ്രശ്നമാണ്. വേറെ ഒന്നുമല്ല. ഞാൻ ഇവിടെ ഒരു മാസം 10 പശുക്കളെ ഇരിക്കുന്ന ഒരു കർഷകരാണ്. ഞാൻ ഇരിക്കുന്ന പശുക്കളെ അസൂയപ്പെട്ടാണ് എന്റെ പാൽ മാത്രം സൊസൈറ്റി എടുക്കില്ല. ഞാൻ ഒഴിക്കുന്ന പാൽ കുഴപ്പം എന്റെ ഒഴിക്കുന്ന പാൽ വേറെ പേരിലോട് ഒഴിക്കല് എന്ത് പ്രശ്നം? ഞാൻ എവിടെ പാൽ ഒഴിക്കണം നിങ്ങൾ പറഞ്ഞാൽ. അതുകൊണ്ട് ഈ കൊള്ളത്തിൽ ഈ പാൽ തലയിൽ ഒഴിക്കുക. ഹൈ ന്യൂസും സോഷ്യൽ മീഡിയ കത്തിച്ച ഒരു സംഭവമാണ്. അതായത് നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയാസ് ഒക്കെ ഏഷ്യാനെറ്റ് അടക്കം എടുത്ത് ന്യൂസ് ആക്കിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോ മുമ്പേ കണ്ടത്. കാരണം ഒരു പാൽക്കാരൻ പയ്യൻ 27 പാൽക്കാരൻ പയ്യൻ അവനെ നിവൃത്തിയില്ലാണ്ട് കുറച്ച് പാലുകൾ അവൻ കൊണ്ടുവന്ന പാലുകൾ അതായത് മിൽമയുടെ സൊസൈറ്റിയിൽ എടുക്കുന്നില്ല എന്ന് പ്രതിഷേധിച്ചുകൊണ്ട് ആ പാല് തലയിലൂടെ കമത്തുന്നു. പ്ലസ് അതിനകത്ത് ഒരു CPM കാരാണ് ഇതിനകത്ത് രാഷ്ട്രീയ പിന്തുണയുണ്ട്, രാഷ്ട്രീയക്കാരാണ് എന്റെ പാല് ഇവിടെ എടുപ്പിക്കാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അധികം കോൺട്രവേഴ്സിലൂടെ കടന്നുപോയ ഒരു വീഡിയോ ആണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടത്. അപ്പം ഞാൻ അതിനെ അന്ന് പ്രതികരിച്ചില്ല. കാരണം എനിക്ക് അവന്റെ പറച്ചിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ തോന്നിയിരുന്നു. അങ്ങനെ തോന്നാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടില് എന്റെ പപ്പാടെ അമ്മ എന്റെ വല്യമ്മച്ചി പശുക്കളെ വളർത്തിയാണ് ജീവിച്ചിരുന്നത്. ഒരേ സമയം 10-15 പശുക്കളെ കറവെടുത്തിരുന്ന ഒരു വീടാണ് എന്റേത്. അതുപോലെ തന്നെ എന്റെ അമ്മയുടെ വീട്ടിൽ അവര് തോട്ടത്തിലാണ് വളർന്നിരുന്നത്. അപ്പൊ അവർ തോട്ടം തൊഴിലാളികളായതുകൊണ്ട് തന്നെ ഓരോ സമയത്തും അവിടെ ഉണ്ട് 5-8 പശുക്കൾ ഒരേ സമയം ഇങ്ങനെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ പശുക്കളെ വളർത്തിയിട്ടുള്ള ഒരു പരിചരിച്ചിട്ടുള്ള ഒരു നമ്മൾ കണ്ടു വളർന്നുകൊണ്ട് നമുക്കറിയാം എന്താണ് ഏതാണ്. അപ്പൊ അവൻ അന്ന് പറഞ്ഞതിൽ എനിക്ക് അത്ര വലിയ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് ആളെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തിരുന്നില്ല. എക്സ്പ്ലനേഷൻ വരട്ടെ, ഓപ്പോസിറ്റ് സൈഡിന് എന്താണ് പറയാനുള്ളതെന്ന് വരട്ടെ, എന്നിട്ട് നമുക്കിത് പ്രതികരിക്കാം എന്ന് കരുതി ഞാനത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ അതായത് ഒരു കോയിൻസിന് 2 വശം ഉണ്ടെന്നാണല്ലോ പറയാറ്. അപ്പം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇപ്പം എക്സ്പ്ലനേഷൻ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു വിഷയം എടുത്ത് നിങ്ങളോട് പ്രചരിപ്പിക്കുന്നു. അപ്പം ആ ഓപ്പോസിറ്റ് കക്ഷികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടിട്ട് വരാം. ആൾക്കാരോട് പാൽ ഒഴിക്കുന്നു നമ്മുടെ സംഘത്തില്. ഇപ്പൊ ഈ അടുത്ത് 1-2 മാസം കൊണ്ടാണ് അവന്റെ പാല് കംപ്ലൈന്റ് ആയിട്ട് അവിടെ മിൽമ എന്നുള്ള റിപ്പോർട്ട് കൂടെ വരുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പൊ ശരിക്കും നിങ്ങൾ എല്ലാവരും എടുത്ത തീരുമാനമാണ് ഇവിടുത്തെ സ്ഥാപനത്തിലിരിക്കുന്ന സ്റ്റാഫ് മാത്രം എടുത്ത തീരുമാനം? മൊത്തം കർഷകരല്ല. ഇവിടെ 40 ലിറ്ററാണ് ഒരു ക്യാനകത്ത് കൊള്ളുന്നത്. അപ്പൊ 2 ലിറ്റർ പാല് നാട്ടിനകത്ത് വീണാൽ 40 ചളായി പോകും. 1 ലിറ്റർ വീണാലും മൊത്തം 1 ടൺ കേടാവും. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷെ ഒരു കർഷകരെ സംബന്ധിച്ച് പെട്ടെന്ന് ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഞാൻ RSS പ്രവർത്തനമാണ്. ഇവിടെ CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ആർക്കും ജാതിയോ മതപരമായിട്ട് ആർക്കും യാതൊരു യോജനയില്ല. അത് കർഷകന്മാരുടെ കൂട്ടായ്മയാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പശു 3 ദിവസം 4 ദിവസം കറക്കാതെയാണ് കൊണ്ടുവരുന്നത്. ആ പശുവിന്റെ പാല് പിഴിഞ്ഞോട്ടാണ് ഇവിടെ വരുന്നത്. അതായത് കെട്ടി നിർത്തിയ അതാണ് സത്യാവസ്ഥ. പാല് കംപ്ലൈന്റ് വന്നപ്പോൾ അവന് സെപ്പറേറ്റ് ആയിട്ട് അവന് പ്രത്യേകം ക്യാൻ കൊടുത്ത് ക്യാനിൽ ഒഴിച്ചു പോയ സാധനം മിസ്റ്റേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഈ പാല് മൊത്തം അവന്റെ വൈഫ് ഒഴിച്ചത് ഇവിടെ മൊത്തം ആൾക്കാർ പറയും. എല്ലാരും പുറത്തോടെ എടുത്ത് ഒഴിച്ചിട്ട് ഇവിടെ കിടന്ന് ചീത്ത വിളിച്ചിട്ട് പറയാനൊരു തെറിയില്ല സെക്രട്ടറി പ്രസിഡന്റ് ഇവിടുത്തെ സ്റ്റാഫിന്. ഈ സംഘം പൂട്ടിക്കൊന്നും പറഞ്ഞ് വെല്ലം വിളിച്ചു പോയിട്ട് വെളിയിൽ ഇറങ്ങിട്ട് ആ ക്യാൻ എടുത്തിട്ട് വെളിയിൽ. ഇവരുടെ എക്സ്പ്ലനേഷൻ നമുക്ക് മനസ്സിലായത് ഈ വിഷ്ണു എന്ന് പറഞ്ഞ 27-കാരൻ നല്ല ഫ്രോഡ്, നല്ല തട്ടിപ്പുകാരനാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇവന് ഒരു ക്ഷീര കർഷകനല്ല, ഇവൻ ആക്ച്വലി ഒരു പശു വിൽപ്പനക്കാരനാണ്. അവനെ വീഡിയോക്കകത്തും പറയുന്നുണ്ട് ഞാൻ 10-60 പശുക്കളെ വിൽക്കുന്നതിന്റെ അസൂയാണ് എന്ന്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇവൻ ഒരു ക്ഷീര കർഷകനല്ല, ഇവനൊരു പശു വിൽപ്പക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഇവന്റെ ഇടയ്ക്ക് വിൽപ്പനയ്ക്കായിട്ട് വരുന്ന പശുക്കൾ ഇവർ വീട്ടിൽ കസ്റ്റഡിയിൽ വരുമ്പോൾ ഇവൻ അതിനെ കറന്നുകൊണ്ടാണ് വരുന്നത്. അപ്പം ഒരു പശു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 5, 6, 7, 8, 9, 10 വർഷത്തോളം നമ്മുടെ കൂട്ടിൽ നിർത്തി നമ്മളെ പരിപാലിച്ച് നമുക്കറിയാം, ലോങ് ടേം ആണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ വളരെ വളരെ ഷോർട്ട് ടൈം ആയിട്ട് മാത്രമാണ് ഇവന്റെ അടുക്കൽ ഈ പശുക്കളുള്ളത്. അപ്പൊ ഈ പശുക്കളുടെ ഈ മാറി പശുക്കൾ വരുന്ന കാരണം ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാ നമുക്ക് അറിയാൻ പറ്റത്തില്ല. പിന്നെ പ്രസവിച്ചിട്ട് വരുന്ന പശുക്കളാണ് നമുക്കറിയാം. നമ്മൾ പ്രസവിച്ചിട്ട് വരുന്ന ആ പാല് നമ്മൾ സൊസൈറ്റി കൊടുക്കാറില്ല. അത് നമ്മൾ 10-16 ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മൾ അത് പിഴിഞ്ഞ് തൈരാക്കിയിട്ട് അല്ലെങ്കിൽ അതിനാണ് ആറ്റിൽ ഒഴുക്കി കളയോ പ്ലാവിന്റെ ചോട്ടിൽ ഒഴിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പേഴ്സണലി കുടിക്കാറില്ല. പക്ഷെ പട്ടന്മാര് തമിഴ്നാട്ടുകാർ അത് കുടിക്കാറുണ്ട്. അത് മഞ്ഞ കളർന്ന പാലാണ്. അത് ഏറ്റവും പോഷകമുള്ള ഒരു പാലാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ മലയാളികൾ അത് കുടിക്കാറില്ല. അപ്പം ഈ പാലാണ് ഇവൻ കൊണ്ടിരുന്നത്. കെട്ടി നിർത്തിയ പാലാണ്. അത് അകിട് കെട്ടി നിർത്തിയ പാല് നമുക്ക് അത്ര കൊള്ളൂല. അപ്പൊ അവനെ കെട്ടി നിർത്തിയ പാലാണ് കൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ ഇത് വിൽപ്പനയ്ക്ക് കൊണ്ടിരുന്ന പശുക്കൾക്ക് ഒരുപാട് ഇഞ്ചക്ഷനും ടാബ്ലറ്റ്സും അങ്ങനെ മെഡിസിൻസ് എടുത്തിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ മെഡിസിൻസ് എടുത്തിട്ട് വരുന്ന പാല് പിരിയാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ക്ഷീര കർഷകര് ഒന്നിച്ചെടുത്ത ഒരു തീരുമാനമാണ് ഇവന്റെ പാൽ ഈ സൊസൈറ്റിയിൽ ഒഴിക്കാൻ പറ്റത്തില്ല. കാരണം ഇവർക്ക് അതൊരു നാളെ ഒരു എന്താണ് റിമാർക്കായിട്ട് വരും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൊസൈറ്റിയിൽ നിന്ന് എടുക്കുന്ന പാല് മിൽമയിലോട്ട് പോകുന്നതാണ്. അപ്പൊ ഇത് പിരിഞ്ഞു പോകും. അപ്പൊ ഈ കർഷകരെ എല്ലാവരെയാണ് അത് ടോട്ടലി ബാധിക്കുന്നത്. പിന്നീട് മിൽമ എടുക്കാതെ വന്നാൽ അവിടെ ആ സൊസൈറ്റി നിന്ന് പോയാൽ അത് അവരെ ആ നാടിനെ മൊത്തം ബാധിക്കും. അപ്പൊ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് മനസ്സിലായത്. അപ്പൊ ഇതിനകത്ത് പാർട്ടി കാര്യമില്ല. കാരണം ഇതിനകത്ത് റെഡ് ഷർട്ട് ഇട്ട ഒരു ചേട്ടൻ പറയുന്നുണ്ട് ഇവിടെ BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്, ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. ഇത് വിഷ്ണു ക്രിയേറ്റ് ചെയ്താണ്, മാനിപ്പുലേറ്റ് ചെയ്താണ്. ഇതാണ് ഇവന്റെ വിഷയം. ഇവന്റെ വൈഫ് തലവസം വന്നിട്ട് ഇതുപോലെ വന്ന് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. പിറ്റേ ദിവസമാണ് ഇങ്ങനെ വന്നു. അപ്പൊ ഈ ഒരു കാര്യം വന്നതോടെ വിഷ്ണു ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈയുടെ എക്സ്പ്ലനേഷനും കൂടെ കേട്ടിട്ട് നമുക്ക് മറുപടി പറയാം. അതിനു മുമ്പ് വിഷ്ണുവിന്റെ ഒരു ഒരു ഊടായ്പ തരവും കൂടെ വേറൊരു ആൾ വന്ന് പറയുന്നുണ്ട് പശു വിൽപ്പനയായിട്ട്. അപ്പൊ ടോട്ടലി ഊടായ്പാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ വിഷ്ണുവിന്റെ എക്സ്പ്ലനേഷൻ കേട്ടിട്ട് നമുക്ക് പറയാം.
കാരണം കൊല്ലം പരവൂരുള്ള പോളി ക്ലിനിക്കിലെ ഡോക്ടർ വെറ്റിനറി സീനിയർ സർജൻ തന്നെയാണ് അത് വെരിഫൈ ചെയ്ത് അതിന് ടാഗ് ചെയ്തിട്ടുള്ളത്. അത് 22 ദിവസമായ പശുക്കളാണ് ഇപ്പോൾ കറവയിലുള്ളത്. പിന്നെ എങ്ങനെയാ മാഡം ഞാൻ 4, 5, 7 ദിവസമുള്ള പശുക്കളെ കറന്ന് ഒഴിക്കുന്നു പറയുന്നത്? അപ്പൊ ഡെപ്യൂട്ടി ഡയറക്ടർ പോലും പാർട്ടി എന്ന് പറയുന്ന സ്വാധീനം എത്രത്തോളം വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മാഡം ഒരു നടപടിയും ഇതുവരെ ഈ നിൽക്കുന്ന ഈ സമയം വരെ എന്റെ 2 ദിവസത്തെ പാല് ഇതുവരെ എനിക്ക് എവിടെ ഒഴിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് രാവിലെ ഞാൻ ഈ 2 ദിവസം കഴിഞ്ഞ ദിവസത്തെ രാവിലത്തെയും വൈകിട്ടത്തെയും പാല് വെറുതെ ഞാൻ ഒഴുക്കിക്കളായിരുന്നു. എനിക്ക് ലോക്കൽ സപ്ലൈ കഴിഞ്ഞിട്ട് ബാക്കി 15ഉം 16ഉം ലിറ്റർ പാല് വെറുതെ ഞാൻ വേസ്റ്റ് ചെയ്യായിരുന്നു. ഞാൻ ഇതിനെതിരെ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ മാഡത്തിനെ വിളിച്ചു. എന്റെ മാനസികാവസ്ഥ ഇതാണ്. എനിക്ക് ഈ സൊസൈറ്റി പാലെടുക്കുന്നില്ല. ഈ പരവൂർ കൂനേൽ സൊസൈറ്റിയിൽ പാലെടുക്കാൻ കഴിയുന്നില്ല. സമീപത്തുള്ള സൊസൈറ്റികളിലും പാലെടുക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ പാൽ എവിടെ ഒഴിക്കേണ്ടത്? അപ്പൊ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞു ഏത് സൊസൈറ്റി ഒഴിക്കാൻ പറ്റും? ഞാൻ മാഡം പറയൂ ഏത് സൊസൈറ്റി? അങ്ങനെ പരവൂർ നമ്മുടെ മുക്കടയിലുള്ള സൊസൈറ്റിയിൽ പാൽ ഒഴിക്കാമെന്ന് പറഞ്ഞു. ആ സൊസൈറ്റിയിൽ ഞാൻ പാൽ ഇന്ന് രാവിലെ ഏകദേശം 6.5 ലിറ്റർ പാൽ ഞാൻ ആ സൊസൈറ്റിയിൽ എത്തിച്ചു. സൊസൈറ്റിയിൽ പോകുന്നതിന് വേണ്ടി ഈ പാൽ ഞാൻ വീട്ടിൽ ചൂടാക്കി വെരിഫൈ ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. അവർ റീഡിംഗ് എടുത്തു, SNF റീഡിംഗ് നോക്കി, എന്റെ പേര്, എന്റെ അഡ്രസ്സ് എല്ലാം ചോദിച്ചു തന്നെ അവിടെ നിന്ന് എനിക്ക് പിറ്റേ ദിവസം തന്നെ ബില്ല് തരാമെന്നും പറഞ്ഞു. ഞാൻ അവിടെ വന്നു. ഏകദേശം 9 മണിയായപ്പോൾ തന്നെ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ വിളിക്കുന്നു, വിഷ്ണു ഇന്ന് കൊണ്ടുകൊടുത്ത പാല് അസിഡിറ്റി ഉള്ളതാണെന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസത്തോടു കൂടി എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഇയാൾ ഇവിടെ പാർട്ടി സ്വാധീനമാണ് ഇയാൾ ഇവിടെ പറയുന്നത് പാർട്ടി സ്വാധീനമാണ് ഇയാളുടെ പാല് പിരിയിപ്പിക്കുന്നതാണ്, നാരങ്ങ ഒഴിച്ച് പിരിയിപ്പിക്കുന്നതാണ് എന്നാണ് ഇയാൾ നിരന്തരം പറയുന്നത്. അതായത് 10-21 ദിവസമായ പശുക്കളെയാണ് ഞാൻ ഇവിടെ കറന്ന് പിഴിഞ്ഞുകൊണ്ട് വരുന്നത് എന്നാണ് ഇയാളുടെ വാദം. പക്ഷെ ഇതിന് ബദലായിട്ട് ക്ഷീര ഉൽപാദന സഹകരണ സംഘത്തിലെ ഒരു വ്യക്തി കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ നമുക്ക് എക്സ്പ്ലനേഷൻ ആയിട്ട് വീണ്ടും തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അടുത്ത ദിവസം ഇവിടെ പൊതുയോഗം വരുന്നു. 18-ാം തീയതി പൊതുയോഗം. പൊതുയോഗത്തിൽ ഈ വിഷയം കർഷകർ എടുത്തിട്ടു. കർഷകർ ഒന്നടക്കം ആ കർഷകന്റെ ആ വിഷ്ണു എന്ന് പറയുന്ന ആളിൻ്റെ ഇന്ന് പാൽ എടുക്കണ്ട എന്നും അവർ മിനിറ്റ്സിൽ രേഖപ്പെടുത്തണമെന്നും പറഞ്ഞു. അവിടുത്തെ ലെറ്റർ പാഡിൽ വന്ന കർഷകരെല്ലാം ഒപ്പിട്ടു എന്നിട്ട് പറഞ്ഞ് ഇനി നാളെ മുതൽ പാലെടുക്കണ്ട എന്ന്. കർഷകരുടെ തീരുമാനമാണ്. അപ്പോൾ ക്ഷീരവികസന വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവര് ഇത് കേട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അവരിത് ഉദ്യോഗസ്ഥ കൊല്ലം DO ഓഫീസിൽ വിളിച്ച് ഈ വിവരം പറഞ്ഞു. അറിയിച്ചതിന്റെ പുറകിൽ 3:30 DO ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞ് ആ വിഷ്ണു എന്ന് പറഞ്ഞ ഒരു അവസരം കൂടി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പാൽ ഇവിടെ എഴുതി വെച്ച് അദ്ദേഹത്തിനെ കൊണ്ട് എഴുതി വെപ്പിച്ചതിന് ശേഷം പാലെടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ വന്നു. അപ്പോൾ സെക്രട്ടറി ലെറ്റർ പാഡിനകത്ത് മൊത്തം എഴുതി അദ്ദേഹം വായിച്ചു. പാലിന് എന്ത് തകരാറ് വന്നാലും അതിന്റെ ഫുൾ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തോളാമെന്നും അതിന് സംഘത്തിന് വരുന്ന ബാധ്യത അയാൾ അടയ്ക്കാമെന്നും എന്നുള്ള രീതിയിൽ എഴുതി ഒപ്പുവെച്ചു. ഒപ്പുവെച്ച് അത് അന്ന് വൈകുന്നേരത്തോട്ടുള്ള പാലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാല് മാത്രമാണ് ഒരു ക്യാനകത്ത് കയറ്റിവിടുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഒട്ടിച്ചിട്ട് BMC വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിളിച്ച് പറഞ്ഞു ഇത് ഇന്ന ആളിന്റെ ഒരാളിന്റെ പാല് മാത്രമാണ്, ഇത് പ്രത്യേകം ടെസ്റ്റ് ചെയ്യണം. അവന്റെ പാല് തന്നെയാണ് ഈ ക്യാനകത്ത് സെപ്പറേറ്റ് കയറ്റി വിട്ടുകൊണ്ടിരുന്നതാണ്. മെനഞ്ഞാന്ന് രാവിലത്തെ പാല് ഇത് കണക്ക് പിരിഞ്ഞു. 9:30 മണിയായപ്പോഴത്തേക്ക് രാവിലെ 9:20 ആയപ്പം BMC സെക്രട്ടറി വിളിച്ച് ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞ് പാല് പിരിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെയാണ് വിഷ്ണുവിന്റെ പറയുന്നത്. അപ്പം ക്ഷീര കർഷകർ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം എനിക്ക് എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ തോന്നിയിട്ടുണ്ട്. വിഷ്ണുവിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് തോന്നി. ഇനി അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കാണിച്ചത്, ഈ വിഷ്ണുവിന്റെ പശു കച്ചവടം പാലിന്റെ ഒരു കേസ് ആ സൈഡിൽ അങ്ങ് നടക്കട്ടെ. അപ്പൊ വിഷ്ണു പറഞ്ഞത് ഏകദേശം കള്ളത്തരമാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ വിഷ്ണുവിന് പിന്നെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ പശു കച്ചവടമാണ്. അപ്പൊ പശു കച്ചവടത്തെ തുടർന്ന് ഒരു കാര്യം ഒരു ചേട്ടൻ പറയുന്നുണ്ട്, വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ഒരു പശുവിനെ വാങ്ങിച്ചതിന്റെ. അപ്പൊ ആ ഒരു കാര്യം കൂടെ കേട്ടിട്ട് നമുക്ക് പശുവാണ് ഈ നിൽക്കുന്നത്. ഇതിനെ അവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ പശുവിന്റെ അവസ്ഥയാണ് ഇത് കാണുന്നത്. ഇതിനെ അവിടെ വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അന്നേരം തൊട്ട് വിളിക്കുന്നുണ്ട്. ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല. വീഡിയോയിൽ നമ്മളെ കാണിച്ച പശുവേ അല്ല ഈ വന്നേക്കുന്നത്. ഇവിടെ വന്ന് കണ്ടിട്ട് വീഡിയോയിൽ കണ്ടേക്കുന്ന പശുവേ അല്ല. അത് വണ്ടിയിൽ നിറക്കുമ്പോഴേ ഞാൻ ആ വണ്ടിക്കാരോടും പറഞ്ഞാണ് ഇത് വീഡിയോയിൽ കാണിച്ച പശുവല്ല. ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ഇതിന്റെ അകിട് നോക്കിക്കുക, അവൻ കാണിച്ച പശുവേ അല്ല ഈ സാധനം നമുക്ക് ഇവിടെ വന്നേക്കുന്നത്. അവൻ ആ വണ്ടിക്കാരുടെ അടുത്ത് കയറ്റിയിട്ട് ആ വണ്ടിക്കാരുടെ അടുത്ത് നമ്മൾ ചോദിച്ചാണ് നമുക്ക് വന്നേക്കുന്ന പശു ഇതല്ല, ഇങ്ങനെയാണ് നമ്മളെ വീഡിയോ കാണിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പശുവിനെയൊക്കെ ഇവൻ കയറ്റി വിട്ടിട്ട് ഇവനെ എങ്ങനെ ഇവൻ രക്ഷപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഇവനെയൊക്കെ നശിച്ചു പോകണം, അല്ലാതെ വേറൊന്നും നമ്മൾ പറയാനില്ല. ഇവൻ്റെ കുടുംബം വരെ നശിച്ചു പോകണം. നമ്മളടുത്തൊന്നും ഇങ്ങനത്തെ പണി ചെയ്യില്ല. ഒരാൾ നല്ല രീതിയിൽ ഒരു സംരംഭം തുടങ്ങി എന്തെങ്കിലും പിള്ളേർ രക്ഷപ്പെട്ടു പോട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഈ ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ അവൻ്റെ വാക്കും വർത്തമാനങ്ങളും ഇതുമെല്ലാം കണ്ട് അവനെ ഇതില്ല അതില്ല മറ്റേതാണ് മറിച്ച് അതിലെ കൂടെ നോക്കിയാൽ ഇതില്ലെന്ന് പറയും, ഇങ്ങനെ നോക്കിയാൽ ഇതില്ലെന്ന് പറയും. ഒരു അസുഖം ഇല്ലാത്ത പശുവിനെ നോക്കിയാണ് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുപോയി നിർത്തുന്നത്. അങ്ങനെയൊക്കെ പറയുന്നത് കണ്ടില്ല. ആ പശുവിന്റെ കോലം കണ്ടിട്ട് നമുക്ക് അയ്യോപാവം തോന്നും. ഇങ്ങനെ മിണ്ടാപ്രാണികളോട് ഇങ്ങനെ കാണിക്കരുത്. അത് ഭക്ഷണം നേരെ ചൊവ്വ ഭക്ഷണം കഴിച്ചിട്ടും വെള്ളം കുടിച്ചിട്ടും എത്ര നാളായി അറിയത്തില്ല. എന്തുകൊണ്ട് മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പശു കോലമായി പോലാണ്, എന്തോ അസുഖമുള്ള പശുവാണെന്ന് തോന്നുന്നു. അപ്പം ഇതുപോലത്തെ
ഊടായ്പ തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സംരംഭം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒരു സംരംഭകയാണ്. അപ്പൊ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ക്വാളിറ്റി അത് കോംപ്രമൈസ് ചെയ്യാതിരിക്കണം. ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകത്തില്ല. അതവിടെ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് വിഷ്ണുവിന്റെ ഊടായ്പ തരങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. പിന്നെ എനിക്ക് വിഷ്ണുവിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ സൊസൈറ്റി തന്നെ പാല് കൊടുക്കണം എന്താണ് നിർബന്ധം? നിങ്ങളുടെ പാല് നല്ലതാണെങ്കിൽ അടുത്തുള്ള ഷോപ്പിലൊക്കെ നാടൻ പാലെന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, നമ്മളിവിടെയൊക്കെ പ്ലാസ്റ്റിക് കവറിൽ കിട്ടി. നിങ്ങൾക്ക് ഒരു IFSC കോഡും എടുത്ത് നിങ്ങൾക്ക് അത് മാർക്കറ്റ് ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തം ലെവലിൽ ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ നമ്പർ മാത്രം മതി. അവിടെ അപേക്ഷ കൊടുത്ത ഒരു 100 രൂപ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ 500 രൂപ കൊടുത്ത് 5 വർഷത്തേക്ക് കണ്ട് ലൈസൻസ് കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. അതൊരു അക്ഷയ സെന്ററിൽ പോയി അപേക്ഷ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IFSC കോഡ് ഒട്ടിച്ച് ഒരു ലേബിൾ ഒട്ടിച്ച് നാടൻ പാൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം. 10 കട പിടിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ആ 10-20 ലിറ്റർ പാല് തീരാൻ അധികം നല്ല പാലാണെങ്കിൽ ഡെയിലി ഒരു കട ഉണ്ടെങ്കിൽ ഡെയിലി ആൾക്കാർ നാടൻ പാല് വന്ന് വാങ്ങിക്കും. അപ്പൊ എനിക്കിത് തോന്നിയാൽ കെട്ടി നിർത്തിയ പാല് ഇത് പിരിയും. തലേദിവസം ഫ്രിഡ്ജിലോ അങ്ങോട്ട് വെച്ചിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവര് കൊഴുപ്പ് കൂടാൻ വേണ്ടിയിട്ട് ഗുളിക പൊടിച്ചിടുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ ആയിരിക്കും. ഇതിനകത്ത് അസിഡിറ്റിക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ പലയിടത്തുനിന്നും കൊടുത്തത്. പല റിപ്പോർട്ടിലും ഇവന്റെ പാലിന് അസിഡിറ്റിക് ഉണ്ടെന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ വേണം ചെയ്യാം. നിങ്ങൾക്ക് ഈ പാല് സൊസൈറ്റി തന്നെ ഒഴിക്കണം നിർബന്ധമില്ലല്ലോ. നിങ്ങൾക്ക് ഇത് വിറ്റ് പോയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു വരുമാനം കിട്ടിയാൽ പോരെ. അപ്പൊ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് തോന്നിയാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഇതാണ് ഈ സംഭവത്തിൽ നടന്ന യാഥാർത്ഥ്യം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടവരെ ബൈ.